ഇവിടെ ഹോട്ടൽ തോന്നിയിട്ട് ഒരു വർഷത്തിന് മേലെയായി, 1.25 വർഷമായി. അപ്പോൾ ഒരു 8 മാസം മുന്നേ ഒരു ആമ വന്നു. ആമയ്ക്ക് ഞങ്ങളിങ്ങനെ വന്നിരിക്കുന്ന കണ്ടപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് ഞങ്ങൾക്കൊരു കിളി കിട്ടണപ്പോൾ ഞങ്ങൾ ആമയ്ക്ക് ഭക്ഷണം വെച്ച് കൊടുത്തു. ഭക്ഷണം വെച്ച് കൊടുത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആമ സുഖമായിരുന്ന് കഴിക്കുക. അത് കഴിഞ്ഞ് ആമ വയറ് നിറഞ്ഞപ്പോൾ തിരിച്ചു പോകും. പിറ്റന്നാ വരുന്നത് അമ്മയും ഒരു കുഞ്ഞാമ്മയും കൂടി വരുന്നു. അങ്ങനെ അത് വന്ന് ഭക്ഷണം തുടങ്ങി 8 മാസമായി. ഇപ്പോൾ ഇവർ വന്നു തുടങ്ങിയിട്ട് എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഈ ആമ ഈ ഹോട്ടലിൽ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പൊങ്കലോ ഉപ്മാവോ പരിപ്പുവടയോ ഉഴുന്നുവടയോ അടയോ എന്താണ് ഇവിടെ ഉണ്ടാക്കണത് അത് വാങ്ങിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇലയിൽ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞ് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോണത് നമുക്ക് തന്നെ അറിയില്ല. ആമയ്ക്ക് ഇതുണ്ട്, നമ്മൾ കണ്ണ് തെറ്റി ആമ എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ആമകൾ. അപ്പോൾ ആമ മനുഷ്യനായിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാരണമാണ്. ഇതൊരു നല്ലൊരു ദൈവികമായിട്ടുള്ളൊരു ഇതാണ്. പ്രത്യേകിച്ച് ഈ പാറമക്കാവ് ഭഗവതിയുടെ സ്ഥലത്താണ് ഈ ആമകൾ വരുന്നത്. അവർ ഭഗവതിയുടെ ആമയാണ്. അപ്പോൾ അതിന് ഉപദ്രവിക്കാതെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത് തിരിച്ചയക്കുക. എന്താണ് 8 മാസം കഴിഞ്ഞ് വന്നു തുടങ്ങിയിട്ട് ഒരുപാട് ആമകൾ വന്നുള്ളൂ. ഇതിപ്പോൾ ഒരു ആമകൾ ഇപ്പം എത്തും. നമ്മളിവിടെ ധൃതി പിടിച്ച് കാര്യമില്ല. അവർ 8 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അവർ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യും. 8:30 എല്ലാവരും എത്തും. വിശപ്പ് തുടങ്ങിയാൽ തന്നെ ഇവിടെ വരും. ഇവിടെ അവർക്ക് ഫുഡുണ്ട്. അവർ കഴിച്ച് സമാധാനമായിട്ട് തിരിച്ചു പോകും. ഒരാളതിനെ ഉപദ്രവിക്കില്ല, ഒരാളൊന്നും തൊടില്ല. ഞാൻ മാത്രം അതിനെ തലോടും, കൈകൊണ്ട് ഞാൻ തൊടും, ഭക്ഷണം കൊടുക്കും. എൻ്റെ കയ്യിൽ വാങ്ങിച്ച് കഴിക്കും, വായിൽ കൊടുക്കും. ഞാൻ എൻ്റെ നിന്ന് മേടിക്കും. എന്നെ സ്മെല്ല് അവർ പിടിച്ചു പോയി. ഞാൻ കൊടുത്താൽ മേടിച്ച് കഴിക്കും. ബാക്കി ഇവിടെ ആരും കൊടുക്കുക മേടിക്കില്ല. പിന്നെ അതിന് വെളിച്ചം, സൗണ്ട്, അനക്കം ഒന്നുണ്ട പ്രാണികളല്ല. അവരങ്ങനെ ജീവിക്കുന്നവരല്ല. വെള്ളത്തിൽ മനുഷ്യനായിട്ട് ബന്ധപ്പെടാത്ത ഇതല്ല ആമ. അപ്പോൾ അവർ നമ്മളെ സ്നേഹവും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞിട്ടാണ് ഇവിടെ കയറി വരുന്നത്. ഭഗവാന്റെ ഒരു അനുഭവം, ഭഗവതിയുടെ അനുഭവം, അത്ര തന്നെ.